ഹലോ, ഹായ് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അവിലിൻ്റെ ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. ഒരു 10 മിനിറ്റിൽ നല്ല ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം. അതിന് വേണ്ട സാധനങ്ങൾ പിന്നെ അവില് വേണം, പിന്നെ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഗ്രൗണ്ട് നട്ട്, കടല. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. പിന്നെ ഓയിൽ തവ വെച്ചു, അതിനകത്ത് ഓയിൽ ഒഴിച്ചു. ഓയിലിൽ നമ്മൾ കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗ്രൗണ്ട് നട്ട്. ഇത് 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഉപ്മാവാണ്. അപ്പോൾ പിന്നെ ഇതിൽ കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം കഴുകി വെച്ച ഗ്രൗണ്ട് നട്ട്, കടല, അത് ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് ഫ്രൈ ആവണം. നന്നായിട്ട് ഇതായി ഫ്രൈ ആയതിനു ശേഷം കുറച്ച് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ അതിന് ശേഷം ഇനി കുറച്ച് സവാള ഇടാം. സവാളയും കുറച്ച് നന്നായിട്ട് ആയതിനു ശേഷം കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. പിന്നെ പോഹയിൽ കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. ഇതിനകത്ത് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. പച്ചമുളകും ഒന്ന് വഴറ്റിയതിന് ശേഷം വേണ്ടിയിട്ട് കുറച്ച് ഇച്ചിരിപ്പൊടി, അധികമൊന്നും വേണ്ട, കുറച്ച് ചെറുതായിട്ട് ഒന്ന് മഞ്ഞൾപ്പൊടി ഇടണം. ഉള്ളി നല്ലോണം മൂക്കണം, കാരണം വെച്ചാൽ പെട്ടെന്ന് ആവുന്നതാണ്. പോഹ കഴുകിയിട്ട് അത് പിഴിഞ്ഞെടുക്കുക ചെയ്യുക. അത് കാരണം പിന്നെ ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് എല്ലാവരും ഇളക്കി ചേർത്തതിന് ശേഷമാണ് പോഹയിൽ വെള്ളം ഇട്ടിട്ട് ഒന്ന് കഴുകി പിഴിഞ്ഞിട്ടെടുക്കണം. പിഴിഞ്ഞിട്ടെടുത്ത് ഇതിലിടണം. എന്നിട്ട് നന്നായിട്ട് എല്ലാവരുടെയും ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് പിഴിഞ്ഞിടണം, കാരണം വെള്ളം പാടില്ല. കാരണം ഒന്ന് വെള്ളത്തിൽ ഇട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക വേണ്ടത്. നന്നായിട്ടെല്ലാം പിഴിഞ്ഞെടുത്ത് നന്നായിട്ട് എല്ലാവരുടെയും നന്നായിട്ട് ഇളക്കണം. ഇളക്കിയെടുത്തതിന് ശേഷം ഒന്ന് അടച്ചിട്ട് കൂടെ വേവിക്കണം. എല്ലാവരും നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം എല്ലാവരുടെയും പിടിക്കണമല്ലോ. അതുകൊണ്ട് നന്നായിട്ട് എല്ലാവരും ഇളക്കി ചേർത്ത് കഴിഞ്ഞ് ഇത് സിമ്മിലാക്കി വെച്ചിട്ട് ഒന്ന് മൂടിയിട്ടിട്ട് ഒന്ന് വേവിക്കണം. കുറച്ച് പഞ്ചസാര കൂട്ടിയിടണം കേട്ടോ. ചെറുതായിട്ടൊരു മധുരം നല്ലതോ, ചെറിയ കുറച്ച് മാത്രം, അധികമൊന്നും വേണ്ട. ഇതെല്ലാവരും നന്നായിട്ട് ഇളക്കി ചേർത്ത് ഇനി മൂടി വെച്ചിട്ട് കുറച്ച് സമയം വെക്കണം. കുറച്ച് നന്നായി വെന്തതിന് ശേഷം ഒന്നും കൂടി ഇളക്കിയെടുത്ത് ഇതിനകത്ത് കുറച്ച് മല്ലിയില, ചോപ്പ് ചെയ്ത് വെച്ച മല്ലിയില ഇട്ട് എടുക്കണം. നല്ല ടേസ്റ്റിയാണ്, നല്ല വയറും നിറയും, നല്ല പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഒരു 10 മിനിറ്റ് വേണ്ടു ഇത് ആക്കിയെടുക്കാൻ. പോഹ വീട്ടിലുണ്ടാക്കി 10 മിനിറ്റിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഇത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് മെസ്സേജ് അറിയിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മല്ലിയില കൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചെമ്മീൻ അച്ചാറാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക.